നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥികൾ എത്തിയിട്ടുണ്ട്. ഖത്തറിൽ നിന്നാണ്. ഖത്തറിലൊക്കെ ഒരു ജോലിയാണ് കേട്ടാ. ആലുവയിലാണ്. ആലുവ പെരുമ്പാവൂര്. ദീപക് ഭയങ്കര മ്യൂസിഷ്യനാണ് കേട്ടാ. എ.ആർ. റഹ്മാന്റെ കട്ട ഫാനാണ്. എ.ആർ. റഹ്മാനോടുള്ള ഇഷ്ടം കാരണം സൗണ്ട് എഞ്ചിനീയർ ആയില്ലേ. ഇപ്പൊ അൽ ജസീറയിൽ വർക്ക് ചെയ്യണു ഖത്തറില്. അപ്പൊ പിള്ളേർക്ക് ഇതേ ആർച്ചാക്കുട്ടി ആക്കൂന് നമ്മുടെ ചാനലിൽ വന്നേ പറ്റും. അന്ന് ഇവർക്ക് ഇഷ്ടമില്ല വരാനായിട്ട്. അപ്പൊ ഇവരെ പിടിച്ചു നിർത്തിയേക്കാണ് എല്ലാവരെയും. ആക്കൂന് എന്താ പറയാളെ പറ മൈക്ക് പറഞ്ഞോ. ഇവരെ കോയമ്പത്തൂര് പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഇതിലെ പോവല്ല. എന്തായാലും കുറെ വട്ടം വരണമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. വരാൻ പറ്റിയില്ല. ആള് നമുക്ക് ഓരോ മ്യൂസിക്കുകളൊക്കെ അയച്ചു തരും. സരിത പാടിയ പാട്ടുകളുടെ ഞാൻ പാടിയ പാട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് മ്യൂസിക് ഇട്ട് കൊടുത്തിട്ടൊക്കെ സെറ്റാക്കിട്ട് തരും. പറ സംസാരിക്ക് എന്തെങ്കിലും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രിയപ്പെട്ടവരെ അയ്യോ കുട്ടിക്ക് പറയാൻ ഇഷ്ടമുള്ളത് പറഞ്ഞോട്ടെ. നമസ്കാരം പറയൂ. നമസ്കാരം. ഓക്കെ. ആള് സാഹിത്യകാരിയാണ് കേട്ടാ. സ്വന്തമായി പോയം കവിതയൊക്കെ പാട്ട് എഴുതി സ്വയം മ്യൂസിക് ചെയ്ത് പാടും അല്ലേ? അല്ലേ? അയ്യോ പേര് മറന്നു ഞാൻ. ഉദിതി. അതിന് വെച്ചാൽ എന്താ മീനിങ്? ഉയർച്ച എന്നാണ് അർത്ഥം. ആളുടെ പേര് അതിത്രി എന്ന് വെച്ചാ ലക്ഷ്മിയുടെ ആദിത്രി. ഓ ലക്ഷ്മി ദേവിയുടെ പര്യായ പദാണ് അല്ലേ? അപ്പോൾ ദീപക്കും ഇവരും ആയുർവേദിക്ക് പോയി. ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ ഇങ്ങോട്ട് അടുക്കളയിലേക്ക് വന്നു. പുറത്ത് നല്ല മഴയായിന്. അപ്പോൾ അതിന് പുറത്ത് നിന്നിട്ട് നമുക്ക് പാചകം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ആരാണത്? കാമറി സിറ്റ് ഔട്ടിലേക്ക് കയറിയാവോ? അപ്പോൾ കത്തിച്ചുവെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ നേരത്തേക്ക് കഴിക്കാൻ പറ്റിയൊരു സാധനം ഉണ്ടാക്കണത്. ഉണ്ടാക്കി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. കുറെ നാളായി അതിന്റെ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു തുടങ്ങിയിട്ട്. വെജിറ്റബിൾ മോമോസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ പോകണ്ട. എന്താ ചേട്ടാ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ചേട്ടാ പഠിപ്പിച്ച് ഞാൻ തോറ്റു. ചേട്ടാ എപ്പോഴും പറയാം മാമോസ് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ മാമോസ് അല്ല ചേട്ടാ മോമോസ് എന്ന് പറഞ്ഞുകൊടുത്ത് കറക്റ്റ് പഠിച്ചു. മൈദയാണ് കേട്ടോ. മൈദ നമ്മള് എന്തോരം ഉണ്ടാക്കണം നമുക്ക്. ഈ സാധനം ജീവിതത്തിൽ കഴിച്ചിട്ടില്ല ചേട്ടാ. ഞാനും കഴിച്ചിട്ടില്ല ചേട്ടാ. 2 കപ്പ് മൈദ മതിയാ? അല്ല അധികം വേണമെന്ന് ചോദ്യം. ഇത് ഉണ്ടാക്കിട്ട് ബാക്കി വരാം. ഇത് മൈദീനല്ലേ? എന്താ അങ്ങനെ തോന്നാൻ? എങ്ങനെയാ കുത്തി നിറച്ചിട്ടാണോ എടുക്കണ്ടേ? അല്ല സാധാരണ പോലെ എടുത്താൽ മതി. ഇതിപ്പോ അങ്ങനെ അളവൊന്നും ഇല്ല. നമ്മളിപ്പോ 2 കപ്പ് എടുക്കണു. ഇത് ചപ്പാത്തിയിലെ കുഴച്ചിട്ട് ഇപ്പൊ മറ്റേ ഇതുപോലെ ഇല്ലേ 2 കപ്പ് എടുത്താൽ മതി. ഇത് ജലദോഷം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. മഴ പെയ്യ എന്താ ഇനി വേണം? മതി. ഇതിലേക്ക് ഓയിലും ഉപ്പ് വെള്ളം വേണം. 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. കുറച്ച് ഉപ്പ് പൊടി ഇടാ. 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കണം കേട്ടോ. ഞാൻ ഒഴിച്ചോ? സൺഫ്ലവർ ഓയിൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ച് സിമ്പിളായിട്ട് മൂടി വയ്ക്കുക. ഇത് ഉരുളയാക്കിയിട്ട് നനഞ്ഞതും നോക്കാം. നനഞ്ഞതും കൊണ്ട് മൂടി വയ്ക്കുക. ഇതേ വെള്ളം ഒഴിക്കണം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നോക്കിയിട്ട് ഒഴിക്കുക. ചപ്പാത്തി മാവിന്റെ പരുവത്തില് പരത്താളതല്ലേ? ഉരുളയാക്കിയിട്ട് നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കുക. അത്രേ ഉള്ളൂ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് അടുത്ത പണികൾ. നമ്മുടെ രാജലക്ഷ്മി ചേച്ചി ഒരു അടിപൊളി റെസിപ്പി പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. ഏതാ? എന്താ ചിക്കൻ റോളെന്നാ ചപ്പാത്തി റോളെന്ന് അങ്ങനെ ചേച്ചി എൻ്റെ ഒരു പേരിട്ടേക്കണതാണ്. അതിന് ശരിക്കുള്ള പേരൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആള് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പം ആരെങ്കിലും വരുമ്പോൾ എന്നെ എന്തിട്ട് ഉണ്ടാക്കണ്ടേ ചോദിക്കുമ്പോൾ എന്നെ അവർ പറയുന്നു അതുണ്ടാക്കിയാൽ ആ സാധനം ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ വെള്ളമൊക്കെ ആയിട്ടത്തിലൂടി അപ്പം റെസിപ്പി പറഞ്ഞതുണ്ട്. റെസിപ്പി കേൾക്കുമ്പോൾ നല്ല അടിപൊളിയാട്ടോ. പക്ഷെ ഇത്തിരി പണിക്കുണ്ട്.
ഒരു മിനിറ്റ് ഇതിൽ വെച്ചിട്ട് കുഴയ്ക്കാൻ മേൽപാട് ഞാനൊരു കിണ്ണെടുത്തിട്ട് വരാം. ഇതിന് ഒരു നനഞ്ഞ തുണിയോടത്ത് മൂടി വെച്ചോ. തുണി നനച്ചിട്ട് ഒരു വെള്ള തുണി നനച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. മണിക്കൂർ വെക്കണം. അപ്പൊ ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അരിയാനുണ്ട്, അതൊക്കെ അരിയട്ടപ്പളേക്കും. അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വന്നു. കുറേ സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാബേജ് പൊടി പൊടി അരിഞ്ഞിട്ടുണ്ട്, ക്യാരറ്റ് പൊടി പൊടി അരിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനാട്ടതൊക്കെ അരിഞ്ഞത്. ചിലവര് സരിതയ്ക്ക് ഒരു പണിയില്ല, അജുവേട്ടൻ ചെയ്യണത് തൊട്ടടുത്ത് നോക്കി നിന്നിട്ട് കളിയാക്കലും കുറ്റം പറയലാണ്. നല്ല ഭംഗിയിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഉള്ളിത്തണ്ട്, പച്ചമുളക് കുനുകുനുന്നനായിരുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സ്പ്രിംഗ് ഓനിയൻ 4-5 മാറ്റി വെച്ചിട്ടുണ്ട്. ഏത് വീഡിയോ അല്ല ഒന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് അത് എപ്പോഴും പറയും. കുഴപ്പമില്ല. അല്ല ചേട്ടാ ഞാൻ പറയാം. അല്ല ചിലതിലൊന്നും ചെയ്യണില്ല. ഇപ്പൊ ഇന്നിട്ട് വ്ളോഗിൽ ഞാൻ ഒന്നും ചെയ്യണില്ല. ചേട്ടനല്ല പണിയെടുക്കണത് മഴയത്ത്. ആ വെറുതെ അവിടെ കുടയും പിടിച്ച് നിന്നിട്ട് എനിക്ക് ജലദോഷം വന്നു. അപ്പോൾ മഴയത്ത് ഇറങ്ങി ഞാൻ പണിയെടുത്ത് കഴിഞ്ഞാൽ എന്നെ ആശുപത്രി കിടത്താറോ. എനിക്ക് ചേട്ടൻ്റെ പോലെ ആരോഗ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഒരു സാധനം പൊടിക്കണം. നോക്കിയാ, എള്ള്, ഉലുവ, കുഞ്ഞ് ജീരകം, നല്ല ജീരകം കേട്ടോ, പിന്നെ കടുക്, പിന്നെ അയ്യമോദകം. ഇത് 5 കൂടിയിട്ട് ഇത് അളവ് കുറച്ച് എടുത്താൽ മതി. ഒക്കെ ഏകദേശം കറക്റ്റ് സമസമായിട്ട് എടുത്തിട്ടുണ്ട്. പൊടിക്കുമ്പോ ഒരു 1/2 ടീസ്പൂൺ മതി. വറുത്ത് പൊടിക്കുക. അല്ല അതിന്റെ 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ഇതിപ്പോ ഒത്തിരി കൂടുതലായിട്ട് വറക്കണമെന്ന് മാത്രം, കരിയാണ്ടിരിക്കാൻ. ഗ്യാസ് ട്രബിളിന് നല്ലതല്ലേ. അതെ. കുഴിമന്തി അല്ല ചിക്കൻ മന്തി ഉണ്ടാക്കിയ വീഡിയോ. അതിലേക്കുള്ള സാധനങ്ങൾ മുഴുവൻ അരിഞ്ഞത് ഞാൻ. അതിലേക്കുള്ള 2 മറ്റേ മയോണൈസും ചട്നി ഉണ്ടാക്കിയത് ഞാൻ. പിന്നെ എന്തിട്ടാണ് എന്നിട്ട് പറയാം ഞാൻ ഒന്നും ചെയ്യാണ്ട് ചേട്ടൻ ചെയ്യണം നോക്കിയത്. ഞാൻ പറഞ്ഞിട്ടുണ്ടാ ഇല്ല ചേട്ടൻ അങ്ങനെ പറയോ. അതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിക്കണം. പൊടിച്ചു കൊണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികളാണ് ചെയ്യുക. ഈ പാത്രത്തിലെല്ലാം ചെയ്യാം. ഇന്ന് വന്നില്ലേ ദീപക് പിന്നെ രമ്യ, അവർക്ക് ഭയങ്കര അത്ഭുതം. അതായത് അവർ പറയണേ, ദീപക് പറയാണ് ഞങ്ങൾക്ക് നിങ്ങളെ നല്ല പരിചയമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഞങ്ങൾ അപരിചിതരല്ലേ. പക്ഷെ എങ്ങനെയാണ് നിങ്ങൾക്കിത് പറ്റണേ? ഇങ്ങനെ വേറെ ആളുകൾ ഇങ്ങനെ മിക്ക ദിവസവും ആരെങ്കിലുമൊക്കെ വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടല്ലോ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഒരു പരിചയമില്ലാത്ത ആളുകൾ ഇങ്ങനെ വരുമ്പോൾ? എന്നാൽ നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നാണെങ്കിലും അവർക്കിട്ട് തോന്നണില്ല അങ്ങനെ ഒരു പരിചയക്കുറവ്. അത് പ്രേമേട്ടനും പറയാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തൊരു ഭാഗ്യം ചെയ്തവരാ നിങ്ങൾ. എവിടെ നിന്നൊക്കെയുള്ള ആളുകളാണ് നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നത്. അങ്ങനെയൊക്കെ ഭാഗ്യം. അതെ. 10 കൊല്ലം മുന്നേ നമ്മുടെ അവസ്ഥ എന്നിട്ടായിരുന്നു കുറുബ്. അന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടല്ലേ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നമ്മളങ്ങനെ കുറേ പേര് സ്നേഹിക്കുന്നൊക്കെ അല്ലേ. അതാണല്ലോ ജീവിതം. നമ്മളറിയാത്ത കാര്യങ്ങൾ സംഭവിക്കുക. അപ്പോൾ നമ്മൾ ഈ വല്ല വിഷമാവസ്ഥകളിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച മനസ്സിലാവും നമുക്കും ഒരു നല്ല കാലം വരും, നമ്മുടെ മാവും പൂക്കും. നമ്മളൊരാളെയും ദ്രോഹിച്ചിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സൗഭാഗ്യം നമുക്ക് ദൈവം എടുത്തു വെച്ചിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും നമ്മളിങ്ങനെ പരീക്ഷിക്കുന്നുണ്ടാവുക. ഞാൻ വിചാരിക്കും ഇതിനൊരവസാനമില്ലേ ദൈവമേ, ഇതിനൊരവസാനമില്ലേ. കാരണം ഞങ്ങൾ കടന്നുപോയതൊരു 10.5 കൊല്ലം. അപ്പം നമ്മൾ വിചാരിക്കും, അപ്പം ഞാൻ വിചാരിക്കും എല്ലാ കൊല്ലം ഓണം, വിഷു, ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ തലേദിവസം ആകുമ്പോഴാണ് വിചാരിക്കുക അടുത്ത കൊല്ലം ഓണം ആകുമ്പോഴത്തേക്ക് ഒരു മാറ്റം ദൈവമേ. സംഭവിക്കാറില്ലേ അതേപോലെ തന്നെ അമ്പലത്തിൽ പോകുമ്പോഴായാലും അടുത്ത കൊല്ലം അടുത്ത ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് ഒരു മാറ്റം ഉണ്ടാവോ അങ്ങനെ വിചാരിക്കും. കഴിഞ്ഞ കൊല്ലത്തേനേക്കാൾ ഒന്നും കൂടി വേസ്റ്റ് ആയിട്ടുണ്ടാവും എന്താ പറയുക നമ്മുടെ അവസ്ഥ. അങ്ങനെ വരാറ്. അങ്ങനെ ഒരു 10.5 കൊല്ലം കടന്നുപോയി. അപ്പോഴും നമ്മൾ വിചാരിക്കില്ലേ നമുക്ക് ഇത്ര ഉള്ളോ കടങ്ങൾ കിട്ടുക സമാധാനമായിട്ടൊന്ന് ജീവിച്ചു പോകാൻ പറ്റും. അത്രയും ആഗ്രഹമുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലേ. അപ്പോൾ നമ്മളെ ഒരു 200 ഗ്രാം ചീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചീസ് ഇതന്നെ ചേട്ടാ എൻ്റെ കൈ മുറിഞ്ഞു. ഇത് ഞാനെന്നേ അല്ല ഞാൻ ഇവിടെ ചേരണ്ട അവിടെ സൗണ്ട് അതൊന്ന് ചേരണ്ട കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ ചേട്ടൻ അത് ഗ്രേറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഞാൻ ഈ സാധനം പൊടിച്ചു കൊണ്ടുവരാം കേട്ടോ. അത് ഇത്തിരി ഉള്ളോ
നമ്മുടെ ഒരു കുഞ്ഞു ജാറുണ്ട് അതിലിട്ട് പൊടിയോ നോക്കട്ടെ. അപ്പൊ ചീസ് ഇങ്ങനെയാണ് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടു കേട്ടാ, കണ്ട. പിന്നെ ഇത് പൊടിച്ചു, ഇത് അങ്ങനെ പൊടിഞ്ഞിട്ടൊന്നുമില്ല. ഇത് സ്വല്പം മതി നമുക്ക്. പക്ഷെ ഇതിന്റെ മണല്ലേ ഒരു ബെസ്റ്റ് മണല്ലേ, നമുക്ക് നോക്കി എവിടെ ഇങ്ങോട്ട് നിക്കാൻ തോന്നും. ഉള്ളിലേക്ക് ഇതിന്റെ മറ്റേ കോഴി മരുന്നിന്റെ മണമൊക്കെ എനിക്ക് വരുന്നു. ഓടി നമ്മുടെ പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കും കേട്ടോ. അപ്പൊ ഇതിലേക്ക് വെളുത്തുള്ളി ചൂടായിട്ട് ഒരു ടീസ്പൂൺ മതിയില്ലേ? ആ കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി. ഇതിലേക്ക് ഒരു ചമ്മന്തിയാ ചട്നിയാ സോസ് അങ്ങനെ ഉണ്ടാക്കും. ഇതിപ്പിടും. പച്ചമുളക് കേട്ടോ, പച്ചമുളക് മുഴുവൻ കേട്ടോ, പൊടി പൊടിയായിട്ട് അരിഞ്ഞത്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ, അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി നിന്നോ അത് തെറിക്കും. ഇളക്കിളക്കി പിന്നെ ഷൂട്ടിങ് അല്ല തെറിക്കണ്ട, തീ കുറച്ച് മതി, തീ വല്ലാണ്ട് ഇതിൽ വേണ്ട. മുളകിന്റെ കുരുവൊക്കെ തെറിക്കണം. ഇളക്കാം. നേരം ഇത് മൊരിയുണ്ടല്ലോ, ഇത്രല്ലേ ഉണ്ടോ? ഇനി ഇതിലേക്ക് ക്യാരറ്റ്, നമ്മൾ ഒരു കപ്പ് ക്യാരറ്റ് വേണ്ട, നമുക്ക് ആവശ്യത്തിന് എടുക്കട്ടാ. ഞങ്ങൾ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല ചേട്ടാ. കുറച്ചെണ്ണം വായിക്കുന്നതിനായിട്ട് എടുക്കാമെങ്കിൽ ക്യാരറ്റ്. പിന്നെ കാബേജ് പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ആവശ്യത്തിന് എടുക്കാം. നമുക്ക് 1 കപ്പോളം എടുത്തിട്ടുണ്ട്. 1 കപ്പല്ലേ, 3/4 കപ്പ്. ഈ സാധനല്ലേ ഫില്ലിങ്സ്. പിന്നെ പാലക് ചീര വേണമെങ്കിൽ എടുക്കാം. ഞാൻ പാലക് ചീരക്ക് ഒരു കുത്തുണ്ടില്ല, അതുകൊണ്ട് ഞാൻ അതെ ആ കൊത്തമര കരിഞ്ഞിട്ടായിരുന്നു ഇവിടെ പൊട്ടിച്ചത്. അങ്ങനെയാണ് കണ്ടത്. കേട്ടത് കൊത്തി കോവയ്ക്കില്ലാമല്ലാടാ അതിന് കോവയ്ക്കില്ലല്ലോ, കോവയ്ക്കൊക്കെ വലിച്ചു കളഞ്ഞില്ലേ. അല്ല എന്തിടല്ലോ പച്ചക്കറി. ഉപ്പിടോ ചേട്ടാ ഇതിലിപ്പോ? അല്ല സോയ സോസ് ഒഴിക്കല്ലേ? ഉപ്പിടണം കുറച്ച്. ഇതിപ്പോ ഒരു 2 മിനിറ്റ് നേരം ആക്കി. അപ്പൊ ഇനി ഇതിന്റെ തീ ഓഫ് ചെയ്യാം. ഇനി ചൂടാറണം. ഓഹോ, കൊറേ നേരം ഇത് വാങ്ങിക്കാൻ വരുന്നു, കൊണ്ടുപോയേ. ചൂടാറട്ടെ. ചൂടാറട്ടെ. എന്റെ മൂക്കടഞ്ഞ ഈശ്വര. നീ ഒരിക്കലും ചട്നി ഉണ്ടാക്കിയാൽ തക്കാളി എടുത്തോ. ശരി. ഇതിലേക്ക് ചമ്മന്തി ഉണ്ടാക്കില്ലേ, ചട്നി, ഒരു സോസ്. ചട്നി ഒന്നല്ല കേട്ടോ, സോസ്. 3-4 ഉണക്കമുളക് ഇട്ടുട്ട. പിന്നെ വേണ്ടത് തക്കാളിയാണ് വേണ്ടത്. ലഘു, ഈ മോമോസിന്റെ ജന്മദേശം എവിടെയാ, ഒറിജിൻ? ഇറ്റലിയാ? അതെ. അതായത് ഈ തക്കാളിയുടെ തൊലി കളയണം, അതാണ് ആദ്യം ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഇതാക്കിയിട്ട് തുന്തുരി ചെയ്യണ കണ്ടിട്ടില്ലേ, ചെറുതായിട്ടൊന്ന് വരഞ്ഞു വെക്കും. അപ്പൊ തൊലി കളയാൻ എളുപ്പത്തിൽ. തീ കത്തിച്ചോ. ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് കേട്ടാ. ഇത് കുറച്ച് സമയം തിളക്കട്ടെ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് സാധനം ചേർക്കണം കേട്ടോ. ചൂടാറി കഴിഞ്ഞിട്ടാണ് ചേർക്കണത് കേട്ടാ. വിനാഗിരി ഇല്ലേ, വിനാഗിരി ഒരു 3/4 ടീസ്പൂൺ വിനാഗിരി ചേർത്തു. സോയ സോസ് ഇല്ലേ, ഒരു 1/2 ടീസ്പൂൺ സോയ സോസ് ചേർത്തു. പിന്നെ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതുണ്ട്, അത് കുറച്ച് ചേർത്തു, ഒരു 3-5 ടീസ്പൂൺ. പിന്നെ നമ്മുടെ ചീസില്ലേ, ഗ്രേറ്റ് ചെയ്തത്, അത് ചേർത്തു. ഇനി ചെറുതായിരിക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് ഉപ്പ് പൊടിയിട്ടു. മറ്റേ പൊടി പൊടിച്ചത് വേണ്ടേ? കുരുമുളക് പൊടി. ഉപ്പ് ഇത്തിരി കൊണ്ടിട്ടോ. അല്ലേട്ടാ, നീ പൊടിച്ചോണോ സാധനം? അതിട്ടില്ലേ, അതിടണം. അതിടണം. അത് ഞാൻ മറന്നുപോയിട്ടാ, സോറി. അത് എടുത്ത ഞാനത് മറന്നുപോയി. പക്ഷെ ഞാനില്ല ഇവിടെ ഓർമ്മിപ്പിക്കാൻ. അത് 1/2 ടീസ്പൂൺ ഈ പൊടി ഇട്ടാ. 1/2 ടീസ്പൂൺ. ഈ ടീസ്പൂൺ ഭയങ്കര ചെറുത് കേട്ടാ. സ്വല്പം കൂടി എടുക്കാം. നമ്മൾ ഇങ്ങനത്തെ സാധനം വാങ്ങിച്ചുട്ടാ. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടാ. നല്ല സുഖാട്ടാ അത് ഉപയോഗിക്കാൻ. ഇതിപ്പോ 1/2 ടീസ്പൂൺ ആയത് എങ്ങനെ അറിയാം ചേട്ടാ? ഇട്ടോ നേരിട്ട്. അടിപൊളിയല്ലേ? വീണില്ല ഇതാ. നമ്മള് ബുൾസൈ ഉണ്ടാക്കുമ്പോഴാണ് ഇത് ചെയ്തത്. അപ്പൊ ചേട്ടന് ഭയങ്കര ഇഷ്ടമായി.
എന്നിട്ട് അന്നത്തെ ബുൾസയില് കുരുമുളക് പൊടി മാത്രല്ല ചെങ്ക് നല്ല സുഖം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് തിളക്കാട്ടാ ആകെ ഇപ്പൊ ഒരു നല്ല ഭംഗിയില്ല കാണാൻ. ആ നേരത്തെ നല്ല ഭംഗിണ്ടായിരുന്നു. ഇവളെ കൊണ്ട് തോറ്റു. മതി. അയ്യോ ക്ലാരിറ്റി സ്പൂൺ ഉണ്ടാവില്ലേ? ഇത് തിളക്കാം. ഇനി നമുക്ക് മറ്റേ സാധനം പരത്താം. ഇത് വിട്ട് തുടങ്ങിയണ്ടാ തൊലി തൊലി ഇപ്പൊ പിടിപ്പിക്കും. തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറട്ടെ. നമ്മൾ 1 മണിക്കൂർ മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ള ഇത് തുണി കൊണ്ട് മാറ്റി വെച്ചിട്ടുള്ള ഇതെടുത്തു കേട്ടാ. ഇത് ഉരുളകളാക്കിയിട്ട് പരത്തണം. അതിന് ഞൊറിയണോ ഈ പണിയൊന്നും ചെയ്യണേ അല്ല. മറ്റേ ഇത് വെക്കണ്ടേ നമുക്ക്? ഏത്? അയ്യോ ഇത് ഇരുന്ന് വെള്ളം കൂടിയാ കുഴപ്പമില്ലതേ ഉരുളയാകണുണ്ടാ. ഇതിൽ വെള്ളത്തിന്റെ അംശം കൂടിയ പോലെ തോന്നുന്നു. അത് ഒന്നുമില്ലാണ്ട് പരത്തി വയ്ക്കുക. അപ്പൊ അത് പിടിക്കല്ലോ. പിടിക്കില്ലേ? അത് പരത്താൻ പോകണം കേട്ടാ. ഇത് ഇതാ നമുക്ക് മറ്റേ മൂടി വെച്ചിട്ട് വട്ടം എടുക്കാം. നീ അങ്ങനെ ആക്കണ്ട. നീ പരത്തി അല്ല പരത്തിയേ. ചേട്ടാ ഇത് ഞൊറിഞ്ഞു ഉടുക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ ചേട്ടാ. എനിക്കറിഞ്ഞിട്ടാണോ അതൊക്കെ ഞാൻ ചെയ്യണത്? അത് മേരിക്കൊണ്ടൊരു കുഞ്ഞാടെന്ന് പറയുന്ന സിനിമയല്ലേ ഇലി പറയണത്? എന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല എന്നാണ്. എന്നെ ഇപ്പൊ ഇഷ്ടമുണ്ടായിട്ടാണോ? മോനായി പോയില്ലേ അതാണോ? ഭയങ്കര കട്ടി കുറവാ പാടുള്ളൂ. ഇതിന്റെ എങ്ങനെ ഇതിന്റെ ഇതെന്ന് അറിയോ ചേട്ടന്? നീ സാധാരണ പോലെ ആക്കിയത് തങ്ങിയ ഇത് ഇതിരിക്കേണ്ട വെച്ചാൽ നമുക്കൊന്നും ഞൊറിയാ തങ്ങിയ. ഇതേ ഒരു മൂടി എന്തിൻ്റെയും മൂടി എടുത്തിട്ടെ ഒന്ന് ഇതിങ്ങനെ വട്ടത്തിൽ ഒറ്റാക്കില്ല. സരിത ഒരു ലെവലിൽ പരത്തിയിട്ടുണ്ട്. ഇത് ഒരു പാത്രം വെച്ചിട്ട് ഞാൻ ഇതിനെ ഇത് കറക്റ്റ് ആയി. ഇത്ര വട്ടം വേണമല്ലേ? വട്ടം ഉണ്ടായിക്കോട്ടെ. ഇത്ര വട്ടത്തിലേക്കുള്ളത് അതുണ്ടാ. അപ്പൊ ഇത്തിരി കൂടി പരത്തണ്ടായിരുന്നേ. അടിയിൽ ഒട്ടി പിടിക്കല്ലേ? ഏയ് അത് ഞാൻ പൊടി എന്തൊട്ട് പണിയെ കാണിച്ചു. മതി. അയ്യേ ആ സാറല്ലേ അടുത്തോട്ട് കറക്റ്റ് ആക്കാം. എടുക്കാൻ പറ്റും നോക്കണ്ട്. എടുത്തതാ. എടുത്തിട്ട് ഇരിക്കുന്ന വെച്ചാൽ ഈ പ്ലേറ്റിക്ക് അതൊക്കെ ഞൊറിയണ്ടേ? ആ കറക്റ്റായില്ല. അതിൽ വെള്ളം ഉണ്ടായിരുന്നു ചേട്ടാ പ്ലേറ്റിൽ. അടുത്ത് വരത്തട്ടെ ഞാൻ. ഞൊറിയിട്ടേ ഞൊറിയിട്ട് നീ ഞൊറിയണ്ട. അതിൽ ആദ്യം ഫില്ലിങ്സ് വെക്കാണ്ടെങ്കിൽ ഞൊറിയാ. അയ്യോ ഞാൻ മറന്നു പോയിട്ടാ. ഞാൻ എൻ്റെ ചിന്തകൾ പോയി. വിശന്ന് തുടങ്ങിയതാ. വിശന്നാൽ നിങ്ങളല്ലാതാകും. നമ്മുടെ ഈ കൂട്ടിൽ എത്ര ടീസ്പൂൺ വയ്ക്കണം തരുന്നത്? മതി. എനിക്കറിയില്ല. അധികമാവണ്ട. അയ്യോ ഇത്രയ്ക്ക് വെച്ചിട്ട് ഞൊറിയാൻ പറ്റില്ല. എനിക്കറിയില്ല ചേട്ടാ. ആ അങ്ങനെ തന്നെ പതുക്കെ പതുക്കെ പതുക്കെ. അയ്യോ വണ്ടനാക്കിയിട്ടാണല്ലോ ചേട്ടാ ആക്കണേ. കുഞ്ഞു 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 ഞൊറിയാക്കണ്ടേ? ഞൊറിയണോട്ടാ. ഇത് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്നവർ ഇത് കാണുമ്പോൾ പിന്നെ നമുക്ക് നല്ല പണി അല്ലാന്ന് അറിയാവുന്നവരെ അറിയാവുന്നവർക്ക് പലതും പറയാലോ. ചേട്ടനിപ്പോ സ്വർണ്ണപ്പണിക്ക് അടിപൊളിയായിട്ട് വിളക്കാനൊക്കെ അറിയാത്ത വല്ലൊരു ജീവനാണ് ചേട്ടൻ പറയില്ലേ. എന്തൊട്ട് ഇത് ഇങ്ങനെ നല്ലത് ചെയ്യണ്ടേന്ന് പറയുന്നു. ഈ ഭംഗിയിൽ വന്നല്ലോ ചേട്ടാ. വാടപ്പാ. ഇതിപ്പോ ഇങ്ങനെ തന്നെ ആക്കണം എന്താ നിർബന്ധം? അത് ആ ഇങ്ങനെയൊക്കെയല്ലേ മതി. അധികം ഡെക്കറേഷൻ വേണ്ട ചേട്ടാ. എന്റെ ഫസ്റ്റ് ഡെക്കറേഷൻ ഇതിനെ മോമോസ് എന്ന് പറയൂ. പിന്നെന്താ നമ്മള് പണ്ട് നാട് വിട്ട് മറ്റേ കാശിക്ക് പിന്നില് ബാണ്ട് കേട്ട് ആ ടോം ആൻഡ് ജെറിയില് കോലും പിടിച്ചിട്ട് ടോം ഇങ്ങനെ പോയില്ലേ? എന്നിട്ട് ടോമനില്ലേ പോവാ? ചില ഇതില് പിന്നില് മാമോസ് കെട്ടിട്ടല്ലേ പോവാ? മാമോസ് തന്നെ മാമോസ്. ഇതിന്റെ പേര് മോമോസ് എന്നല്ലേട്ടാ, മാമോസ് എന്നാണെന്ന് പറയാൻ. ആ സാധനം കെട്ടിട്ടാ പോവാ. അതന്നെ പണ്ട്. എന്നിട്ട് കൊറേ ദൂരം പോകുമ്പോഴാണ് ആള് വിഡ്ഡിയായിട്ട് തോന്നാ. അതേതാണാവോ ആ എപ്പിസോഡ്? എനിക്കറിയില്ല. ആ ജെറീനല്ലേ? അല്ല നമുക്ക് ടോം ആൻഡ് ജെറി വരെ നമ്മുടെ ഇവിടെയുള്ള കാശിക്ക് പണ്ട് പോണവര് ബാണ്ടക്കെട്ട് അതുപോലെ അത് തന്നെയാണ്.
എന്തായാലും സാധനങ്ങളൊക്കെ ആയില്ലേ. രണ്ടാമത് സരിത പരത്തിയിട്ടാ രണ്ടാമത്തെ മോമോസ് ഇറങ്ങാൻ പോണു, രംഗത്ത് ഇറങ്ങാൻ മതി. അതിന് ഞാനിങ്ങനെ അമർത്ത് കിടുക. കട്ടി കൂടിയായില്ലല്ലോ? കട്ടി ഇത്തിരി കൂടുതൽ, അതിനെ അപേക്ഷിച്ച് ഇത്തിരി കട്ടി കൂടുതലാണ്. അയ്യോ, അപ്പം ഇത്തിരി കൂടി കനം കുറച്ചിട്ട് ആക്കിയാൽ മതിയായിരുന്നു ചേട്ടാ. സോറി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. നീ അത് അയ്യോ, ഇത് എടുത്ത് വെച്ചാലല്ലേ അതിലേക്കിത് വെക്കാൻ പറ്റുള്ളൂ. അതൊന്നുമില്ല ഈ സൈഡിൽ, അതിനാണ് നീക്കി വയ്ക്കാം. വേറൊരു പ്ലേറ്റ് കൂടി എടുക്കേണ്ടി വരും കേട്ടോ. ഞാൻ അടുത്ത് വരക്കാൻ പോവാണേ. എന്നിട്ടഞ്ചു പറഞ്ഞേ, കുഞ്ഞു ബോൾ ഉണ്ടാക്കാം. കുഞ്ഞു ബോൾ മതി. നേരത്തെ ഞാൻ ഇത് ചെയ്യണതിൻ്റെ അത് ആസ്വദിക്കുന്നതിനിടയിൽ ഇത്തിരി വലിയ ബോളായിപ്പോയി. ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോ ഉണ്ടല്ലോ, ഇന്നിട്ട് നമ്മൾ വീഡിയോ നമ്മുടെ ചേട്ടൻ കൂർക്ക തല നടന്നു നോക്കി. അപ്പം അതിൽ ചേട്ടനൊരു പഴയ മറ്റേ പെണ്ണുങ്ങളൊക്കെ കൊയ്യാനും പണിക്കും വരുമ്പോൾ പറയണ കഥ പറയാൻ നോക്കിയപ്പോഴേക്കും ഞാനത് ബ്ലോക്ക് ചെയ്തല്ലോ. അപ്പം അതിന് നമ്മുടെ ടെസ്ല മൈ ഹീറോ പറഞ്ഞിട്ടുണ്ട്. ആള് പറയണ കഥകൾ കേൾക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ആള് പറഞ്ഞോട്ടെ സരിത അപ്പോഴേക്കും അതൊന്നും മുടക്കി, അല്ലെങ്കിൽ നല്ലൊരു കഥ കേൾക്കേണ്ടതായിരുന്നു എന്നിട്ട് ആള് ഭയങ്കര എന്നെ സാത്താൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് നോക്കിട്ട് കാര്യമില്ല, അത് പറഞ്ഞ പോലെ അത് എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടാ കഥ. നിതിനൊക്കെ അവിടെ ഇരിക്കുന്നു തലയിൽ കൈയും വെച്ച്. അതൊന്നും പറയാൻ പറ്റില്ല വീഡിയോയില്. അങ്ങനത്തെ ചില കുഴപ്പമുണ്ടായിട്ടല്ല, ഭയങ്കര അങ്ങനത്തെ പ്രശ്നമുള്ള കഥയായിട്ടല്ല. പക്ഷെ എന്നാലും കുഞ്ഞു കുട്ടികളൊക്കെ കാണുന്ന ചാനലല്ല നമ്മുടെ. അപ്പം അത് അങ്ങനെ പറയാൻ കൊള്ളില്ല, അതുകൊണ്ട് ഒഴിവാക്കി. അതുപോലെ കുറെ കഥകളുണ്ട് ഈ പാടത്ത് വരുന്ന ചേച്ചിമാരോ അമ്മമാരോ. അല്ല അല്ല അങ്ങനത്തെ കഥകൾ കുറെ ഉണ്ടെന്ന്. ഇത് പറയാൻ കൊള്ളാത്ത അശ്ലീല കഥല്ല. സാധാരണ കഥ ഇങ്ങനെ ഇങ്ങനത്തെ പറയാലോ. സാധാരണ കഥ പറയാന്ന് കഥയില് നാട്ടും പുറത്തുണ്ട്. ഇപ്പൊ ഈ അമ്മമാരൊക്കെ എങ്ങനെ ഈ ചേച്ചിമാരൊക്കെ ഇവര് പാടത്ത് പണിക്ക് വരില്ല. അപ്പം ഞങ്ങള് അതില് പാടത്ത് ഞാറ് നടുമ്പോൾ ഇതൊക്കെ കൈക്കോട്ട് കളക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ തൂപ്പില്ലേ, മറ്റേ ഈ തൂപ്പ് ഈ ശീമകൊന്തിയും മൂടുന്നിട്ടിയും എല്ലാം കൂടിയിട്ടുള്ള ചപ്പ് ചവറുകളൊക്കെ കൊണ്ടുന്നിടും. പിന്നെ ചാണം കൊണ്ടുന്നിടും. അങ്ങനെ കണ്ടത്തിലൊക്കെ തട്ടി ചേർത്ത്. അപ്പോൾ ഇവർ ഓരോ നാട്ടുവിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ ചേച്ചിമാർ പണിയെടുക്കുക. അതിൻ്റെ ഇടയിൽ തല്ലുകൂടും വഴക്കൂടും അങ്ങോട്ട് തെറി വിളിക്കും, എല്ലാ സംഗതികളും ഉണ്ടാവും. അപ്പൊ അതില് പറഞ്ഞ കഥയല്ല ഉണ്ടായ സംഭവം. ഞാൻ പേരൊന്നും പറയില്ല. ഈ ചുറ്റുവട്ടത്തുള്ള ചേച്ചിമാരൊക്കെ വരണ കാരണം കൊണ്ട് നിങ്ങൾക്ക് സുഖമാണ്. എല്ലാവരും വരണ എല്ലായിടത്തും നടക്കുന്ന കഥകൾ ഇവിടെ ഇരുന്നോണ്ട് അറിയാൻ പറ്റും അല്ലേ. അന്നത്തേതെന്ന് പറഞ്ഞ വേലികളില്ല, വീടുകൾക്ക് വേലികളില്ല. ഓരോ പണികളെടുക്കുമ്പോൾ ഇപ്പോൾ അമ്മ ചൂല് കുഴിയുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് ജാനേശ്വരിച്ചിയും ഇവരൊക്കെ വല്യമ്മയും എല്ലാവരും വന്നിട്ട് ഒപ്പം ശിലാദിച്ചിയും ഒക്കെ വന്നിട്ട് ചൂല് കുഴിയാൻ നിൽക്കും. ഓലമഴ ഉണ്ടെങ്കിൽ ഒപ്പം നിൽക്കും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പര സഹകരണ അടിസ്ഥാനത്തിലല്ലേ. അപ്പോളേ അവർ പറഞ്ഞ ഒരു സംഗതി കേട്ടോ, അവിടെ നാട്ടിൽ ഒരാൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആളെ ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് പിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായില്ല. പിന്നെ ആൾക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ല. ആൾ പണ്ട് ഈ വന്ധീകരണം നടത്തിയിട്ട് ബക്കറ്റും ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ് മരിച്ചു പോയിട്ട് ആളൊക്കെ. അപ്പോൾ പിന്നെ ആൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കണപ്പോൾ എല്ലാവർക്കും തോന്നി, വീട്ടുകാർക്കൊക്കെ തോന്നി ഇനിയിപ്പോൾ ആളെ കല്യാണം കഴിക്കണേലും മുന്നേ ആൾ പോയി വന്ധീകരണം ചെയ്തല്ലേ. അതങ്ങനെയായിരുന്നു. കാശിന് അത്ര ബുദ്ധിമുട്ട് വന്നപ്പോൾ വീണ്ടും ആളൊരു കല്യാണം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചു. ആൾക്കാണെങ്കിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആള് പറഞ്ഞു എനിക്കൊന്നും വേണ്ട. പക്ഷെ അവരാരും സമ്മതിച്ചില്ല. അവർ ഒരു സ്ഥലത്ത് പോയിട്ട് പെണ്ണിനെയൊക്കെ കണ്ട് ഇയാളോട് പറഞ്ഞു. ഇയാൾക്കാണെങ്കിൽ ഇത് എൻ്റെ ഒരു എന്താ പറയുക, തീരെ താല്പര്യമില്ലാത്തൊരു ആള്. പിന്നെ മൊത്തത്തിൽ ഒരു ഇതില്ല. അങ്ങനെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാരണന്മാർ പോയി കല്യാണം ഉറപ്പിക്കുക പറയണ പെണ്ണിനെ കെട്ട അങ്ങനത്തെ ഒരു ഇതൊക്കെയല്ലേ അന്ന് കാലത്തുള്ളത്. പെണ്ണ് കാണാൻ പോയി ഫോട്ടോ ആണ് കാണിച്ചു കൊടുത്തു. പിന്നെ പ്രായമായിട്ടുള്ളതാണ്, കുറെ പ്രായമായിട്ടാണ് കെട്ടുന്നത്. പെണ്ണ് മരിച്ചതിന്റെ പിന്നാലെ അങ്ങനെ ചെയ്തേ. അങ്ങനെ ആള് ഇതിനൊന്നും എതിര് പോലെയാണെന്ന് നടന്നേ കല്യാണം എന്തേലും ചെയ്യും. അങ്ങനെ എന്റെ ഇഷ്ടത്തിനല്ല, നിങ്ങൾ എന്തേലും ചെയ്യും. എന്നിട്ട് പിന്നെ ഇവര് എത്രത്തിനുണ്ട് മസാല കൂട്ടറയില്ലേ. എന്നിട്ട്
ഇവര് കല്യാണം ഉറപ്പിക്കാനായിട്ട് പോയി എല്ലാവരും കൂടിയിട്ട്. ഈ അംബാസഡർ കാറിൽ, പണ്ടത്തെ അംബാസഡർ കാറിലാണ് കല്യാണം ഉറപ്പിക്കാൻ പോണത്. ആ പട ചെന്നിട്ട് ഇയാൾ കുറെ നിർബന്ധിച്ചിട്ട് വരാനായിട്ട്, അയാൾ വന്നില്ല. ആ പട ചെന്നിട്ട് ഈ കാറിൻ്റെ ഡിക്കി ഡ്രൈവർ 2-3 അംബാസഡർ കാറിലെ പോയേ, കാറിൻ്റെ ഡിക്കി ഡ്രൈവർ കൊണ്ട് കിടന്നിട്ട് തുറന്ന് വയ്ക്കുന്നുണ്ട്. ഈ കാറിൻ്റെ ഡിക്കിയുടെ ഉള്ളിലാണ് ഈ കല്യാണ ചെക്കൻ. ആള് സൂത്രത്തിൽ പെണ്ണിനെ കാണാൻ വന്നതായിരുന്നു. മര്യാദക്ക് വിളിച്ചപ്പോ പോയിരുന്നില്ല, ചേട്ടന്റെ സ്വഭാവമുള്ള ആളാന്നുകൊണ്ട്. വഴി ഞാൻ തന്നെ കാണാൻ വന്നിട്ടുണ്ട് വല്ലപ്പോഴും. പെണ്ണ് കാണാൻ വന്നിട്ടില്ലേ? എന്നിട്ട് പെണ്ണുങ്ങളെ ഈ ചേച്ചിമാരും എല്ലാവരും പിന്നിലാണ്ട് അയ്യോ എല്ലാവരും നാണക്കേടായിട്ട് എല്ലാവരും ഓടുന്നിട്ടുണ്ട്. അല്ല ഡിക്കിയിലിരുന്ന ഇയാൾക്ക് പെണ്ണിനെ കാണാൻ പറ്റാ? ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് അല്ല ഉള്ളിയും തുറക്കാൻ പറ്റും, അംബാസഡർകാരൻ്റെ തുറക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും തുറന്ന് പെണ്ണിനെ കാണാൻ ചെല്ലുമ്പോ ആൾക്കാർ കാണില്ല ഇയാളെ. അതന്നെയാ പറഞ്ഞത്, ആള് നേക്കലെങ്കിലും കാണാന്ന് വിചാരിച്ചിട്ടുണ്ട്. നീ എന്നിട്ടാ പറഞ്ഞ ഞാനെന്തൊരു നിന്നെ കാണാൻ വന്നിട്ടുള്ളത്? അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. ചേട്ടന് ഇപ്പൊ എന്തുട്ടേലും വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ വേണോന്ന് ചോദിച്ചാൽ വേണ്ടെന്നല്ലേ പറയുള്ളൂ. ചേട്ടൻ നിർബന്ധിച്ചാലല്ലേ ചേട്ടൻ ഓക്കെ പറയുള്ളൂ. എന്ന പോലെ എളുത്ത സ്വഭാവമുള്ള പാവൻ ലോല ഹൃദയനായിരിക്കുന്നു. അങ്ങനെ ഞാനിപ്പോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2003 കേട്ടാ. 2003 ഈ ചെക്കനും ഇപ്പൊ കല്യാണം കഴിക്കുമ്പോ ചെക്കനും പെണ്ണൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം കാണാമെന്നുള്ള സാഹചര്യങ്ങൾ ആയി തുടങ്ങി. പരസ്പരം കാണാനും ഇതിനൊക്കെ ആയിട്ടുള്ള ബൈക്കും വരെ കൊണ്ടുപോയി തുടങ്ങിയില്ലേ? ആയി തുടങ്ങി. എന്നിട്ട് ഞാൻ ഒരു വട്ടം മാത്രമേ സരിതനെ കാണാൻ പോയിട്ടുള്ളൂ, ഒരു വട്ടം. അത് ട്യൂഷൻ എടുക്കുന്ന സ്ഥലത്തേക്ക്. അല്ലാണ്ട് ഞാൻ വേറെ 6 മാസത്തിനുള്ളില് എൻ്റെ അമ്മ 5.5 മാസം ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റ വട്ടം കണ്ടിട്ടില്ല. അപ്പൊ അമ്മ പറയാ, ഭാഗ്യം സരിതേരെ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞത്, അല്ലെങ്കിൽ ആ പോളിടെക്നിക്കിന്റെ മുമ്പിൽ നിന്ന് അജു പോയേനില്ല. കാരണം ഫോൺ വിളി അതുപോലെയായിരുന്നു. അച്ഛന് വർഷാപ്പിലേക്ക് ഫോൺ വിളിക്കുന്നവർക്കൊന്നും ഫോൺ കിട്ടില്ല. അപ്പൊ എന്നിട്ട് അവര് വന്നിട്ട് ചോദിക്കുക, കേശവേട്ടന്റെ ഫോൺ കംപ്ലൈന്റ് ആണോ, എപ്പോൾ വിളിക്കുമ്പോഴും എൻഗേജ്ഡ് ടോണാണല്ലോ കേൾക്കണം. അന്ന് മറ്റേ ലാൻഡ് ഫോണാണല്ലോ. അങ്ങനെ അപ്പോഴാണ് അമ്മ പറഞ്ഞത്. ഞാനൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പോയി. അത് ചേട്ടൻ കണ്ണംകുളങ്ങര പള്ളിയിൽ അവിടെ കൊണ്ടുവന്ന് തരാച്ചിതേ. തുന്തുരു വന്ന് വാങ്ങിച്ചു. വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ ശരിക്കും ചേട്ടന്റെ മുഖം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരൊറ്റ വട്ടം നോക്കിയുള്ളൂ. അപ്പൊ ക്ലീൻ ഷേവ് എന്ന് കണ്ടപ്പോ പിന്നെ നോക്കിയില്ല. എന്നിട്ട് ചെക്ക് പറഞ്ഞു, അല്ലേ കുഴപ്പമില്ല, നമുക്ക് 5 മതി. മാവ് കഴിയണവരൊക്കെ ആക്കും. അത് കഴിഞ്ഞ് ബാക്കി മാവ് നമ്മൾ വെറുതെ പരത്തി തിന്നും. ഞാൻ ചൂട്ടണു. അപ്പൊ എന്നിട്ട് പറഞ്ഞേ, ചേട്ടന്റെ മുഖത്തേക്ക് നോക്കി. അപ്പൊ ഞാൻ കട്ടമീശക്കാരനെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുമ്പോഴാണ് ചേട്ടന്റെ കണ്ണോടുകൂടി ഞാൻ, പിന്നെ ഇത് നടക്കാനുള്ള കല്യാണമല്ലല്ലോ, ഞാൻ നമ്മുടെ പ്രായവ്യത്യാസത്തിന്റെ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് കാണാത്തവരോടാണ് പറയണേ. അപ്പോൾ ഞാൻ പിന്നെ നോക്കിയില്ല. അപ്പൊ എനിക്ക് ചേട്ടന്റെ മുഖം കാണാനായിട്ട് എനിക്ക് എനിക്ക് ഓർമ്മ കിട്ടില്ല ചേട്ടൻ്റെ മുഖം എങ്ങനെയാന്ന്. കല്യാണമാണെങ്കിൽ ഉറപ്പിക്കുകയും ചെയ്തു. ഫോൺ വിളിയും തുടങ്ങി. ഫോണിൽ ഇങ്ങനെ ഭയങ്കര സംസാരിച്ച് ഞങ്ങൾ നല്ല കൂട്ടായി, പരിചയമായി. അപ്പോഴാണ് ഞാൻ ചേട്ടനോട് ഞാൻ ചോദിച്ചില്ലേ എപ്പോഴും, ചേട്ടൻ എന്നോടാണ് ചോദിച്ചത്, നിനക്ക് എൻ്റെ ഫോട്ടോ വേണോ? അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഇപ്പം മുഖം എനിക്ക് ഓർമ്മയില്ലല്ലോ, അപ്പോൾ ഫോട്ടോ കാണണം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ ചേട്ടൻ ഫോട്ടോ കൊണ്ടുവന്നു. കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ കണ്ണംകുളങ്ങര പള്ളിയിൽ അവിടേക്ക് വന്നു. തുന്തുരു അങ്ങോട്ട് ചെന്ന് വാങ്ങിക്കാനായിട്ട്. അതേ ഫോട്ടോ കാണണം, ഒരു തല്ലിപ്പൊളി ഫോട്ടോ, മുടി വളർത്തിയ ഫോട്ടോ. എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് എന്നോട് ഫോൺ വിളിച്ചിട്ട് ചോദിക്കുക, എങ്ങനെയുണ്ട് ഫോട്ടോ എന്ന്. ചേട്ടൻ വിചാരിച്ചു ഞാനങ്ങോട്ട് അത് കണ്ട് മയങ്ങി വീഴുന്നു. ആ മുടി കണ്ടിട്ട്, പെണ്ണ നിന്നേക്കാളും കൂടുതൽ മുടി ഉണ്ടായിരുന്നു എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ടേ. അപ്പോൾ ഞാൻ പോകണോ? അപ്പം ഞാൻ പറഞ്ഞു, ഹിന്ദി സിനിമയിലത്തെ വില്ലന്മാരെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു ആ ഫോൺ. അപ്പോൾ ചേട്ടൻ പറയും, അപ്പം എൻ്റെ അച്ഛൻ അവിടെ നിന്നിട്ട് കയ്യും കാലും ഒക്കെ കാണിക്കും. അങ്ങനൊന്നും പറയല്ലേ, നല്ല പയ്യണ്ടെന്ന് പറയും. ഹിന്ദി സിനിമയിലത്തെ വില്ല അവർക്ക് അതൊക്കെ പറയുമ്പോൾ ദേഷ്യം വരും, അങ്ങനെ പറയല്ലേ. അച്ഛൻ പറയാ അവിടെ നിന്നിട്ട് അങ്ങനെ ഒരു തമാശ. അച്ഛൻ എന്തൊട്ട് തേങ്ങയാണ്. അച്ഛനൊരു കുഴപ്പമില്ല, എന്ത് പറഞ്ഞാലും ഇത് ഇപ്പോഴത്തെ പോലെ തന്നെയായിരുന്നു അന്നും. എന്തിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് ഒടുക്കത്തെ തൊലി കെട്ടിയാ നീ എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല.
ഇല്ല ചേട്ടാ. അല്ല നമ്മള് ആ, ഞാൻ വരത്താം. ഇല്ല നീ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനാണെന്ന് സങ്കല്പിച്ചിട്ടാണ് നീയേ ആ ഇഡ്ഡലി ഞാൻ പടപ്പത്ത് വെച്ചേ. ഓക്കെ. അങ്ങനെ ഇവിടെ മോമോസ് ശരിയായിട്ടാ. നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ആവിയിലാണ് വേവിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു തട്ടുണ്ട് കേട്ടോ, അതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്വല്പം ഓയിൽ, സൺഫ്ലവർ ഓയിലൊന്ന് പറ്റുന്നുണ്ട്. ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ചട്നീരെ നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചൂടാറിയിട്ടാ. ഇവിടെ നിന്നിട്ട് പറയും ശരി. ചൂടാറി. അപ്പോൾ അതിലേക്കുള്ള അതിൻ്റെ തക്കാളിയുടെ തൊലി കളയണം കേട്ടോ. ശരിക്കും വേവിക്കുന്നേ ആ, ഒരു മരത്തിന്റെ പീസിലെ വേവിക്കണതാ. അപ്പോഴേ നമ്മളേ നോക്കിയാൽ ഇതിൻ്റെ ഭംഗി കൊടുക്കാനായിട്ട്, തലക്കെട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞ പോലെ നോക്കിയേ ഉള്ളി തണ്ടില്ലേ, ഉള്ളി തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മിക്സിയിൽ അടിച്ചിട്ട് തരാം കേട്ടാ. ഇത് കഷ്ണങ്ങളാക്കിയിട്ട് ഇതും പിന്നെ നമ്മുടെ ഈ മുളക്, അയ്യോ മുളക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതും കൂടി മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കണം. നോക്കിയ വെള്ളം ഒഴിച്ചിട്ടാണോ ജഗ്ഗു അരയ്ക്കണം? അയ്യോ ഉള്ളി തണ്ട് ഓടിക്കാലോ ഇത് സെറ്റ്. ആ, അത് ഓടിയുമായിരിക്കും വേണമെങ്കിൽ. ക്രിസ്മസിനുള്ള ഗിഫ്റ്റ് നോക്കട്ടെ, ഒന്നും കെട്ടിയില്ല കാര്യമില്ല അതിൻ്റെ തറയ്ക്ക്. ഉള്ളി കൊണ്ട് നമ്മളിത് കെട്ടുണ്ട് കേട്ടോ, വെറുതെ തമാശക്ക്. ഇതിനിപ്പോൾ ആ അതെ 5 പേര് കേട്ടാ. വെള്ളം ഇതായി തുടങ്ങി, മൂടി വയ്ക്കുന്നു കേട്ടോ. ഇത് സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം പാൻ അടുപ്പത്ത് വെച്ചു. സരിദിനെയാണ് സോസ് ഉണ്ടാകുന്നത് കേട്ടോ. തരി ഓയിൽ ഒഴിച്ചു. ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ഇട്ടു. അതാണില്ല മറ്റൊരു വീഡിയോകളിൽ കാണുന്ന പോലെ ചെയ്ത് നോക്കിയതല്ലേ. അല്ല ആ സാധനം കണ്ടില്ലേ, അത് മറ്റേ ഈ മണൽ തട്ടിയ പോലെ നൂത്തു. ആഹാ അടിപൊളി കൂട്ട്. അതിലേക്ക് നമുക്ക് ഉപ്പിടാം. ഇതിൽ സോയ സോസ് ഒഴിക്കുന്നില്ലേ? സോയ സോസ് ഒഴിക്കത്തിരി. അപ്പോൾ അതിൽ ഉപ്പുണ്ട്. ആ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഉപ്പിട്ടു. ഉപ്പിട്ടു. ബെസ്റ്റ് സോസ് അല്ല ഇത് സാധനം. സ്വല്പം പഞ്ചസാര. പഞ്ചസാര എത്ര മതി? എത്ര മതിയാ? പഞ്ചസാര ഇടണ? ഏയ് മതി മതി മതി. ഇനി സോയ സോസ് ഒഴിക്കാൻ പോണു. ഒരു ടീസ്പൂണിലേക്ക് എടുത്താൽ മതിയാ? ടീസ്പൂൺ എടുക്കണം? ഇല്ല ഞാൻ മൂടി തന്നെ ഒഴിച്ചോ, 1 ടീസ്പൂൺ. മൂടി കഴുകിയിട്ട് വേണ്ടി വരും ഇനി ആക്കാനായിട്ട്. ഒഴിക്കി. എത്ര മതി? ലേശം മതി. 1 ടീസ്പൂൺ ഇല്ല കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ. കുറച്ച് വിനാഗിരി. വിനാഗിരി തിളക്കിക്കോ. ഇനി മറ്റേത് വേണ്ടത് തിളക്കട്ടെ. കഴിഞ്ഞില്ലേ? ഇത്തിരി സമയം ഒന്നും ആവട്ടെ. അടിപൊളി തിളക്കുന്ന. അപ്പോൾ ഈ ടൊമാറ്റോ കെച്ചപ്പ് ഇത്തിരി കുറച്ച് മതിയിട്ട് ചേട്ടാ, 1 സ്പൂൺ മതിയാവും. 1 ടീസ്പൂൺ. നമ്മളൊന്നും അളവ് നോക്കണില്ല ചേട്ടാ, ഒക്കെ കൈ കണക്കാണ്. 1 ടീസ്പൂൺ ഇല്ല, 1/2 ടീസ്പൂണിനേക്കാളും അല്പം കൂടി ചേർത്തിട്ടുള്ളത്. തീ ഓഫ് ചെയ്യാം. കഴിഞ്ഞു. നടക്കട്ടെ ചേട്ടാ. ഞാൻ അതെനിക്കും നടക്കാൻ കൊതിയാണോ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇനി നീ ഇളക്കിക്കോ. മതി, അത്ര ഉള്ളോ? ആ കൊതി ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇളക്കൽ മതി അല്ലേ? ഇത് വെന്തുണ്ടാവും സരിത. ഇത് വെന്തുണ്ടാവും നോക്കിയാതിരിക്കും. ഇത് തുറക്കാൻ പോകണം കേട്ടോ, ഞാൻ തുറന്ന് കാണിച്ചു തരാം. തുറക്ക്, ആവി കൈമിലേക്ക് വരൂ കേട്ടാ. വെന്തുണ്ട് കേട്ടാ. ചട്നി നമുക്കൊരു പാത്രത്തിൽ ആക്കാം. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തവനെ ഇറക്കുമ്പോഴാണ് മനസ്സിലാവുക എങ്ങനെയുണ്ടെന്ന്. അതുപിടി അതന്നെ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുകയാണ്. ഇതെടുത്തിട്ട് ഒഴിക്കട്ടെ, ഇതുമേ കൂടെ ഒഴിക്കട്ടെ. എങ്ങനെ ഇത് കഴിക്കുക? ചില പരിക്കുകൾ സംഭവിച്ചു എന്ന് വെച്ചാൽ ബാക്കിയൊക്കെ കറക്റ്റായിരുന്നു. അടുത്ത് കഴിച്ചു നോക്കി. അത് കഴിച്ചോ? അത് കഴിക്കാൻ പറ്റണ സാധനം തന്നെയാ, സ്പ്രിംഗ് ഓനിയൻ അല്ലേ? എങ്ങനെയുണ്ട് സാധനം? ടേസ്റ്റ് ഉണ്ടാ? കഴിച്ചോ? ഞാൻ വേറെ എടുത്തോളാം. സരിത് പൊട്ടിയതാണ് എടുക്കണത് കേട്ടാ. ആ പൊട്ടിയത് മതി നമുക്ക്. അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുക. ഇഷ്ടമായി? അത് സോസ് ഇഷ്ടമായ? അടിപൊളിയാണോ ചോദിച്ചാൽ വേറൊരു പ്ലേറ്റ് എടുക്കായിരുന്നു അല്ലേ? നീ ആക്കിയോ? നമ്മളല്ലേ കഴിക്കാനുള്ള. നീ വേഗം പറയും ജഗ്ഗു, അച്ഛന് ടേസ്റ്റ് ചെയ്യാൻ. ജഗുന് ഇഷ്ടമായ? ആ അത് മതി, വേറെ ഒന്നും എനിക്ക് അറിയണ്ട. സരിത ചമ്മന്തി കൂട്ടി അടിക്കുമ്പോ എങ്ങനെ
ടേസ്റ്റ് ഉണ്ടാ കുഴപ്പമില്ല ചേട്ടാ, കഴിക്കാൻ പറ്റും. ആ അപ്പം അങ്ങനെ മൈദിക്ക് പകരം ഗോതമ്പ് പൊടിയാണെങ്കിൽ കേട്ടാ. അവിടെ ഇതുപോലെ വലിച്ചിട്ട് കിട്ടില്ലെന്നുകൊണ്ട് പറഞ്ഞ പോലെ ഇന്നലെ ഒഴിച്ചു കഴിക്കാൻ ആ ഒഴിച്ച് കഴിച്ചോ മറ്റേ സാധനം എന്തൊരു പറയുന്ന പോലെ. കാരണം എന്താ വെച്ചാലേ ഇത് മുക്കാൻ വേണ്ടി ഇത് ചെരിച്ച് കഴിഞ്ഞിട്ട് ഉള്ളിലത്തെ ഫില്ലിങ്സ് ഒക്കെ താഴ്ത്തി പോവും. എനിക്ക് ഒരെണ്ണം വെച്ചാൽ മതി ഇതാ, ബാക്കിയൊക്കെ നിങ്ങൾ കഴിക്കണം. ഇഷ്ടപ്പെട്ടു അല്ലേ? അല്ല ചീസ് ഇങ്ങനെ വലിയണു. ആ പിന്നെ വേണ്ടത് ഈ സോസ് പേര് കൊണ്ടിട്ടാ. അതാ 3-4 മുഴുവൻ മുളക് വറ്റൽ മുളക് എടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഇത് കുറച്ച് കുഴപ്പമില്ല. നല്ലത് അത് പൊട്ടലൊന്നും പറ്റാത്തതല്ലേ, കുഴപ്പമില്ല. ടേസ്റ്റ് ഉണ്ടല്ലേ? അപ്പോൾ നമുക്ക് നിർത്താം. അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.